എല്ലാവർക്കും PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ നമ്മുടെ ഗവൺമെൻറ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ഭരണഘടനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോകളും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും ഭരണഘടനയുടെ 8 സവിശേഷതകൾ നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. ഭരണഘടനയുടെ 8 സവിശേഷതകൾ. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. ആദ്യം പറയുന്നത് പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് മൗലികാവകാശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മൗലികാവകാശങ്ങൾ. ഇനി മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് നിർദ്ദേശക തത്വങ്ങളുണ്ട്. പിന്നെ നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇങ്ങനെ 8 സവിശേഷതകളാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൗലിക കർത്തവ്യങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. നമ്മളിടുന്ന ക്ലാസ്സുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരീക്ഷ ഇടാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഓഡിയോ ക്ലാസ്സുകളൊക്കെ വേറെയും ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുള്ളത് നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ മൗലികാവകാശങ്ങൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ്. മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ നമുക്കിന്ന് മൗലിക കർത്തവ്യങ്ങൾ എന്താണെന്നാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഈ കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങളാണ്, ചുമതലകളാണ് അല്ലേ? നമുക്കറിയാം കർത്തവ്യങ്ങൾ. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ പൗരന് ചില കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കർത്തവ്യങ്ങൾ ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സമൂഹത്തോട്, ഇന്ത്യ രാജ്യത്തോട്, നമുക്ക് ചുറ്റുവട്ടത്തോട്, പരിസ്ഥിതിയോടൊക്കെ, നമുക്ക് നമ്മുടെ കുട്ടികളോട് ഒക്കെ, അല്ലെങ്കിൽ സമൂഹത്തോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, സുഹൃത്തുക്കളോട് എല്ലാവരോടും നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന ചില കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കർത്തവ്യങ്ങൾ, അത് ഇന്ത്യൻ പൗരനാണെങ്കിൽ ഉറപ്പായും നിറവേറ്റേണ്ട ചില കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഇന്ത്യൻ പൗരന് വേണ്ട ഒരു ഗുണമാണ്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് നോക്കാം. ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു അല്ലേ? ഇപ്പോൾ 3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും അല്ലേ? ഭരണഘടനയെ ആദരിക്കണം. ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ രൂപീകരിക്കപ്പെട്ടതാണ്, ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതാണ് അല്ലേ? അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നു. കണ്ട, അപ്പോൾ പ്രകൃതിയോട് ഒരു ഇന്ത്യൻ പൗരന് ഉത്തരവാദിത്തമുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മുടെ ഒരു വിഹഗവീക്ഷണം കാണുന്നല്ലേ? നമ്മുടെ പ്രകൃതി, ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്ന ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടാണെന്നുള്ള രീതിയിലാണ് മിക്ക ആൾക്കാരും ഈ ലോകത്തെ നോക്കിക്കാണുന്നതും ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും. പക്ഷേ നമുക്ക് മുമ്പ് എത്രയോ ആൾക്കാർ ജീവിച്ചിരുന്നു. അപ്പോൾ അവരിൽ ചില ആൾക്കാരും, അല്ലെങ്കിൽ അവരിൽ വിഹഗവീക്ഷണമുള്ള ആൾക്കാരൊക്കെ പ്രകൃതിയെ സംരക്ഷിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അത് പ്രകൃതിയെ അടുത്ത തലമുറയെ ഏൽപ്പിക്കേണ്ടതാണ്. എങ്കിലല്ലേ അവർക്കും സുഗമമായിട്ട് ജീവിക്കാൻ പറ്റൂ. ഇപ്പം തന്നെ അറിയാം, നമുക്ക് 10 വർഷം മുമ്പുള്ള കാലാവസ്ഥയോ കാര്യങ്ങളോ അല്ല ഇപ്പോൾ. ഈ മാസം എന്തൊരു ചൂടാണ് അല്ലേ? അപ്പോൾ അതേപോലെ മൊത്തം മാറിയിട്ടുണ്ട്. മഴ വരുന്നത് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും മഴ തന്നെയായിരുന്നു അല്ലേ? ആ ഒരു
പകുതിയിലധികം. എപ്പോഴും മഴ ഉണ്ടാകാറുണ്ട്, പക്ഷെ മഴ ഒരു കൃത്യമായി പ്രവചിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെയാണോ മഴ വരുന്നത്? മഴയുടെ ഇതൊക്കെ മാറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? അത് പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടായ ഒരു മാറ്റമാണ്. മനുഷ്യൻ്റെ അനാവശ്യ ഇടപെടലുകൾ പ്രകൃതിയിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്, അല്ലേ? ഉരുൾപൊട്ടൽ, അല്ലെ, അനാവശ്യമായിട്ടുള്ള മൈനിങ്ങുകളൊക്കെ വരുമ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നമുക്ക് ചുറ്റുവട്ടത്ത് നമുക്കറിയാം. നമ്മൾ വാർത്ത കാണുന്നതാണ്, വാർത്ത ഒക്കെ വായിക്കുന്നതാണ്, അല്ലെ, അങ്ങനെ അറിയാം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? പ്രകൃതി അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടതാണ് എന്നൊരു ബോധ്യത്തിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വമാണ്. അതൊരു ഇന്ത്യൻ പൗരൻ്റെ മാത്രമല്ല, ഏത് പൗരനാണെങ്കിലും പ്രകൃതിയെ സംരക്ഷിച്ച് വേണം പോകാൻ, അല്ലേ? അതേപോലെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുണ്ട്, അല്ലേ? നമുക്ക് ഇന്ത്യക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം, അല്ലേ? അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ഒരു എന്താണ് ആ ഒരു പൈതൃകം, അല്ലെ? ഇന്ത്യ അറിയാലോ, ലോക രാഷ്ട്രങ്ങളിൽ തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള കുറേ സംഭാവനകളുണ്ട്, അല്ലേ? അതേപോലെ ഇന്ത്യൻ നമ്മുടെ കാണാൻ വേണ്ടിയിട്ട് ടൂറിസം രംഗത്ത്, അല്ലെ, ടൂറിസം രംഗത്ത് ഒത്തിരി ഉണ്ട് ഇന്ത്യയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ താജ്മഹൽ പോലെ, അതേപോലെ എത്രയോ ബിൽഡിങ്ങുകളാണ് മനോഹരമായിട്ടൊക്കെ പല ശൈലിയിലും പണിതിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാംസ്കാരിക സംഭവങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ അതൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു കാര്യത്തിലും സാമ്പത്തിക നേട്ടവുമാണ്. കാരണം ടൂറിസം ഫീൽഡ്, അല്ലെ, അങ്ങനെയുള്ള സംരക്ഷിച്ച് വയ്ക്കുമ്പോൾ ടൂറിസം ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത് എക്സാം ഹാളിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അവകാശങ്ങളും കർത്തവ്യങ്ങളും, അല്ലെ? നമുക്ക് മൗലികാവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ നമുക്ക് മൗലികാവകാശങ്ങൾ ഉണ്ട്, അതുപോലെ നമുക്ക് ചില ചുമതലകളുമുണ്ട്. ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് എന്ന് പറയുന്നു, അല്ലേ? കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല, അല്ലേ? നമുക്ക് കുറേ അവകാശങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് അത് മാത്രം അവകാശങ്ങളെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യാനുള്ള കടമ കൂടി ചെയ്യണം, അല്ലേ? ഇത് ഭരണഘടനയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ അവകാശമുണ്ടെന്നും പറഞ്ഞ് ചെല്ലുന്നതിനോടൊപ്പം നമ്മൾ ആലോചിക്കണം നമുക്ക് ചില കടമകൾ കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യണം, അല്ലേ? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പുസ്തകത്തിൽ. അപ്പോൾ നമ്മുടെ ഈ മൗലിക കടമകളെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാനുണ്ട്. അതായത് എക്സ്ട്രാ നമ്മുടെ റാങ്ക് ഫയലിലെ ചില പോയിന്റുകളാണ്. അത് ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ മൗലിക കടമകൾ എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം 4A ആണ്. ഭാഗം 4A നമ്മുടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4A ഭാഗം 4A. ഇത് നമുക്കറിയാം, 4A, ഭാഗം 4A, അല്ലേ? ഭാഗം 4A എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ 22 ഭാഗങ്ങളുണ്ടെന്ന് പഠിച്ചു ഭരണഘടനയിൽ. 22 ഭാഗങ്ങളിലായിട്ട് ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ 22 ഭാഗങ്ങളിലായിട്ട് 395 ആർട്ടിക്കിളുകളിലൂടെയാണ് ആ ഭരണഘടന രൂപീകരിച്ച് വെച്ചപ്പോൾ നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 22 ഭരണഘടന രൂപീകരിച്ചപ്പോൾ 22 ഭാഗങ്ങളിലായിട്ട് 12 പട്ടികകളിലൂടെ 12 പട്ടികകളും 395 അനുച്ഛേദങ്ങളുമാണ് അന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അതിൽ കൂടുതലുണ്ട്. 444 കൂടുതൽ ആർട്ടിക്കിളുകളുണ്ട്, അല്ലെ? അതേപോലെ തന്നെ 12 പട്ടികകൾ, അല്ലെ? അതിൽ 22 ഷെഡ്യൂൾ. അപ്പോൾ ഇതിലൊക്കെ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന്. അതിൽ നമ്മുടെ മൗലിക കടമകൾ 22 ഭാഗങ്ങൾ എന്ന് പറയുന്നതിൽ ഭാഗം 4A മൗലിക കടമകൾ, നമ്മുടെ ചുമതലകൾ വരുന്നത് ഭാഗം 4A. ഇത് കൃത്യമായിട്ട് ഓർത്തിക്കണം. ഭാഗം 4A ചുമതലകൾ. ഇനി എവിടം മുതൽ എവിടം വരെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുമതലകൾ പറയുന്നത്. ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51, ഈ A എന്നിട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ഭാഗം. അപ്പോൾ മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 51A. ഇത് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ 4A എന്നുള്ളതാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക കടമകൾ വരുന്നത് ഭാഗം 4A ഭാഗം 4A അതേപോലെ തന്നെ ആർട്ടിക്കിൾ എന്ന്
ചോദിച്ചാൽ അത് 51A ഇനി ഈ മൗലിക കടമകൾ എന്ന ആശയം എടുത്തിട്ടുള്ളത് USSRന്റെ ഭരണഘടനയിൽ നിന്നാണ്. USSR എന്ന് പറഞ്ഞാൽ പഴയ റഷ്യയുടെ പഴയ പേരാണ് അല്ലെ. ഇന്നാണ് 93 ശേഷമാണ് റഷ്യ എന്നറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ശരിക്കും റഷ്യയുടെ പഴയ പേരാണ് USSR എന്ന് പറയുന്നത്. അപ്പൊ USSRന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സൊറൻ സിംഗ് കമ്മിറ്റിയാണ്. സൊറൻ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സൊറൻ സിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, മൗലിക കടമകൾ ഭാഗം 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A ആണ്. പഴയ USSRന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് ശുപാർശ ചെയ്ത കമ്മിറ്റി സൊറൻ സിംഗ് കമ്മിറ്റിയാണ്. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 1976 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1976 1976 ഒരു കഥ നമ്മൾ കഴിഞ്ഞ ആമുഖം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 42ാം ഭേദഗതി നടന്നത് 1976 അല്ലെ. 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഭേദഗതിയിലൂടെയാണ് ഇത് നമ്മുടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വരുന്നത് 1977 1977 ജനുവരി 3 ഇത് നമ്മൾ ആ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് അല്ലെ. ആമുഖത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെന്നറിയില്ല. ആമുഖത്തിൽ ഒരേ പ്രാവശ്യം മാത്രമേ ആമുഖത്തെ അമെൻമെന്റ് ചെയ്തിട്ടുള്ളൂ, ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് അത് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഈ പറയുന്ന മൗലിക കടമകളും കൂട്ടിച്ചേർത്തത്. 1976 പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നത് 1977 ജനുവരി 3 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അപ്പോൾ 42ാം ഭേദഗതിയാണ്. അതുപോലെ 42ാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. നമുക്കറിയാം 1975 അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? അതും ഇന്ദിരാഗാന്ധി തന്നെയാണ്. അതും ഫക്രുദ്ദീൻ അലി അഹമ്മദ് തന്നെയാണ് പ്രസിഡന്റ്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം 1975 ശേഷമാണ് ഇത് നടക്കുന്നത്. 1976 ഈ അമെൻമെന്റ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 1975 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അമെൻമെന്റ് നടക്കുന്നത്. 42ാം അമെൻമെന്റ്. ഈ അമെൻമെന്റ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഈ 42ാം ഭേദഗതി 1976 ഈ ഭേദഗതി പ്രകാരം മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ട് നിലവിൽ വരുന്നത് 1977 ജനുവരി 3 അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് അന്ന് 1976 എത്രയാണ്? 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11 നിലവിൽ 11 മൗലിക കടമകളാണ് ഭരണഘടന അനുശാസിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. അതൊരു പ്രധാന പോയിന്റാണ്. അതായത് നമുക്ക് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിലൂടെ അല്ലെ, ഹൈക്കോടതിയിലൂടെയും സുപ്രീം കോടതിയിലൂടെയും നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നിർദ്ദേശക തത്വങ്ങളെ പോലെയും അതേപോലെ ഈ മൗലിക കടമകൾ നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. ഇനി ഇതിൽ പറയുന്നൊരു പ്രധാന പോയിന്റ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണെന്ന് മൗലിക കടമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന 11 മൗലിക കടമകളുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. അതിലൊന്നാമത്തേത് ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. ഇത് മൗലിക കടമകളിലെ A ആണ്. അത് നമുക്ക് ഓർക്കാം. ഇതിനൊരു ചിട്ടയുണ്ടല്ലേ. അത് ആദ്യത്തേത് ഏതാണെന്ന് ഓർക്കുക. ആദ്യത്തേത് ഭരണഘടനയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലെ. അതായത് മൗലിക അവകാശങ്ങളിലെ അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. C എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക.
ഡി രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജരായിരിക്കുക. ഇ എന്ന് പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അത് ഇ ആണ്. എഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇതിൽ എഫിനെ കുറിച്ച് ഓൾറെഡി നമ്മുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ എഫ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആദ്യം ഭരണഘടനയെ, ഇപ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്ന് ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക എന്ന് പറയുന്നത് അത് എ ആയിട്ടാണ് പറയുന്നത്. അത് എ അല്ലേ. ഇപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അത് ഇതാണ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക അത് എഫ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് സ്ട്രെസ് ചെയ്ത് ഓർത്തിരിക്കുക, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മൾ തുടർന്ന് പറയും. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നാണ് എഫ് പറയുന്നത്. ജി പരിസ്ഥിതി പ്രദേശങ്ങളായ വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക. അത് ഈ പറയുന്നത് ഇത് ജി ആണ്. ജി. അപ്പോൾ 3 പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന ആദ്യം ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളിൽ എ ആണ് പറയുന്നത്, ഒന്നാമത്തേതാണ്. അതേപോലെ പ്രകൃതിയെ ആദരിക്കാൻ പറയുന്നത് ഭരണഘടനയിലെ ജി ആയിട്ട് വരുന്ന ജി എന്ന് കൊടുത്തിരിക്കുന്ന ഒരു മൗലിക കടമയാണ്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ പറയുന്നത് എഫ് എന്ന് പറയുന്ന ഒരു മൗലിക കടമയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് എച്ച് പറയുന്നത് ശാസ്ത്രീയ വീക്ഷണം, മാനവികത, അന്വേഷണാത്മകത എന്നിവ വികസിപ്പിക്കുക എന്നാണ്. ഐ പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ജെ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഇനി കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ എന്താണ് പറയുന്നത്? കെ പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കിയാൽ മൗലിക അവകാശങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21A ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നുണ്ട്. അതൊരു മൗലിക അവകാശമാണ് കുട്ടികളുടെ. അത് എന്നിട്ട് മൗലിക കടമകളിൽ പറയുന്നത് അത് തന്നെ രക്ഷകർത്താക്കളോട് പറയുകയാണ് 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അല്ലെ. അത് മൗലിക കടമകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് മൗലിക കടമകളിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയില്ല, ലാസ്റ്റത്തെ കെ ഒന്നുകൂടെ പറയാം. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നുണ്ട് കെ. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മൗലിക കടമയിലും മൗലിക അവകാശങ്ങളിലും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക അല്ലേ. ഇവിടെ ഇപ്പോൾ ഈ മൗലിക കടമകൾ എന്ന് പറയുന്നതിൽ എ പറയുന്നുണ്ട്, ജി പറയുന്നുണ്ട്, എഫ് പറയുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് പോളും മറ്റ് ഓഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക. താങ്ക് യു.